നമസ്കാരം. ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലെ വിളർച്ച എന്ന രോഗത്തെക്കുറിച്ചാണ്. വിളർച്ച എന്നാൽ അനീമിയ വളരെ സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടിൽ ഒരു 50% സ്ത്രീകൾക്കും വിളർച്ചയുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ്, അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു 11-12 ഗ്രാമിൽ കുറഞ്ഞാൽ വിളർച്ചയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ വിളർച്ച കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അധികം പേർക്കും തലകറക്കം, തലവേദന, മസിൽ വേദന, അകാരണമായിട്ട് വെറുതെ ക്ഷീണം വരിക, തളർച്ച വരിക, കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റാതെ വരിക, അധികമായ മുടികൊഴിച്ചിലുണ്ടാവുക, ഇതെല്ലാം വിളർച്ചയുടെ ലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. വിളർച്ചയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ പലപ്പോഴും കാണുന്നത് സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുള്ള അമിതമായ രക്തസ്രാവം ഒരു പ്രധാന കാരണമായിട്ടാണ് കാണുന്നത്. അതേപോലെ അടുത്തടുത്തുള്ള പ്രസവങ്ങൾ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വിളർച്ചയിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകാം. പിന്നെ പറയേണ്ടത് പോഷകാഹാരക്കുറവ്, ചില പ്രത്യേക രോഗങ്ങൾ, ഇതെല്ലാം വിളർച്ചയ്ക്ക് കാരണമാകാം. ഇതിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ പലപ്പോഴും അതൊരു യൂട്രസിൻ്റെ രോഗം കൊണ്ടാവാം. മുഴകൾ, തടിപ്പുകൾ, ഗർഭപാത്രത്തിനകത്തെ തിക്നെസ് കൂടുതൽ, ഹോർമോൺ വ്യത്യാസം കൊണ്ടുള്ള ബ്ലീഡിങ്, ഇതെല്ലാം ആർത്തവ സമയത്ത് രക്തം പോക്ക് കൂടുതലാക്കാം. ഇതെല്ലാം തക്ക സമയത്ത് കണ്ടുപിടിക്കാതെ, ഡോക്ടറെ പോയി കാണാതെ കണ്ടുപിടിക്കാതെ ഇരുന്നിട്ടാണ് ഇത് അധികമാവുന്നതും വിളർച്ചയിലേക്ക് നയിക്കുന്നതും. പ്രസവവും അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്താൽ അടുത്തടുത്തുള്ള പ്രസവം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാവുന്നതാണ്. പോഷകാഹാരക്കുറവിൻ്റെ പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ടത്ര ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ടാവില്ല, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയ വിറ്റാമിനുകൾ ഉണ്ടാവില്ല, പ്രോട്ടീൻ ആവശ്യത്തിനുണ്ടാവില്ല. ഇതെല്ലാം പോഷകാഹാരക്കുറവ് മൂലമുള്ള അനീമിയ, വിളർച്ച ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. ഇനി ഈ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ക്രോണിക് ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. കുടൽ സംബന്ധമായിട്ട് അയൺ അബ്സോർബ് ചെയ്യാൻ തടസ്സമാകുന്ന രീതിയിലുള്ള ചില രോഗങ്ങൾ, അൾസർ പോലെ, കൊളൈറ്റിസ് പോലെയുള്ള പലതരം കുടൽ സംബന്ധമായ രോഗങ്ങൾ നമ്മൾ ആവശ്യത്തിന് ആഹാരത്തിൽ അയൺ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാതെ അനീമിയയിലേക്ക് കൊണ്ടുപോകുകയേക്കാം. ഇനി ഈ അനീമിയ വന്നാൽ, വിളർച്ച വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വരുന്നത് എന്തൊക്കെയെന്നും കൂടിയും നോക്കാം. ഈ അനീമിയ എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം ഓക്സിജനെ വഹിക്കുന്നത് രക്തത്തിലുള്ള രക്താണുക്കൾ ഹീമോഗ്ലോബിനിലാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ രക്തത്തിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ആ കഴിവാണ് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവയവങ്ങൾക്കും മറ്റു പ്രധാനപ്പെട്ട ടിഷ്യൂകൾക്കും സെല്ലുകൾക്കും ഒക്കെ രക്തം വഴി ചെല്ലുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് കേടുപാടുകൾ വരാനും സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി, ഇതൊക്കെയാണ്. ബ്രെയിനിലുള്ള തടസ്സങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ശ്രദ്ധക്കുറവ്, പഠിക്കാനുള്ള കഴിവില്ലായ്മ, തളർച്ച, ഇതെല്ലാം വരാം. ഇമോഷണലായിട്ടുള്ള വ്യത്യാസങ്ങൾ, വൈകാരികമായി പൊട്ടിത്തെറികൾ ഒക്കെ സംഭവിക്കാം വിളർച്ചയുണ്ടെങ്കിൽ. ഇനി ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഗുരുതരമാവാറുണ്ട് ചിലപ്പോൾ പ്രശ്നം. അധികമായ വിളർച്ച വരുമ്പോൾ ഈ ഹാർട്ടിന് വളരെ ശക്തിയോടുകൂടി പമ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിന് ഓക്സിജൻ ടിഷ്യൂകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹാർട്ടിൻ്റെ മസിൽസിന് അധികമായി ജോലി ചെയ്ത് പമ്പിങ് ആവശ്യത്തിന് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് രോഗകരമായിട്ട് തിക്നെസ് കൂടാനും ഒരു കാർഡിയോമയോപ്പതി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഇതൊരു ഹാർട്ട് ഫെയിലിയറിലേക്ക് വിളർച്ച നയിക്കാറുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ ഈ അവയവങ്ങളുടെ ആരോഗ്യത്തിന് വിളർച്ച പരിഹരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി വിളർച്ച എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം, ഇത് നോക്കാം. ഈ വിളർച്ച
അല്ലെങ്കിൽ അനീമിയ പരിഹരിക്കുന്നതിന് വളരെ ഗുരുതരമാണെങ്കിൽ രക്തം കയറ്റേണ്ടി വരും ചിലപ്പോൾ. അത്രയും അല്ല എങ്കിൽ അയൺ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അത് പറയുമ്പോൾ വളരെ ഫലവത്തായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ 3-4 ഗ്രാം ഹീമോഗ്ലോബിൻ കൂടുന്ന ഇഞ്ചക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അതെടുക്കാം. പിന്നെ അയൺ ഗുളികകളുണ്ട്, മറ്റ് അയൺ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പ്രോട്ടീൻ കഴിക്കാം, പ്രോട്ടീൻ പൗഡറുകളുണ്ട്. B12 ഫോളിക് ആസിഡും അടങ്ങിയ ഇഞ്ചക്ഷൻസ്, ഗുളികകൾ എല്ലാം ആശുപത്രികളിൽ നിന്ന് ലഭ്യമാണ്. ഏറ്റവും പ്രധാനം അനീമിയ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നാണ്. ആർത്തവ സമയത്ത് രക്തം പോക്ക് കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുക. അതിൻ്റെ കാരണം മുഴകളോ മറ്റെന്തെങ്കിലും ആണെന്ന് കണ്ടാൽ മരുന്ന് കൊണ്ടോ വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്തോ അത് പരിഹരിക്കേണ്ടതാണ്. ആഹാരത്തിൽ ധാരാളമായി പോഷകങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. B12, ഫോളിക് ആസിഡ്, അയണ്, പ്രോട്ടീന് ഇതെല്ലാം വേണം. ഇതിൻ്റെ സാധാരണമായി പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇലക്കറികൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ള, നമ്മൾ കഴിക്കുന്ന അയൺ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ C അടങ്ങിയ ആഹാരങ്ങളാണ്. അതിന് നാരങ്ങ പോലുള്ള ആഹാര സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക ഇതൊക്കെ ധാരാളം കഴിച്ചാൽ, അതല്ല കൂടുതലാണ് അനീമിയെങ്കിൽ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സ് തന്നെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന അയൺ അബ്സോർപ്ഷൻ കൂടിക്കോളും. പിന്നെയുള്ളത് ഈ കൊളൈറ്റിസ്, അൾസർ പോലുള്ള രോഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ചികിത്സ ചെയ്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്താൽ വിളർച്ച വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഗുരുതരമാവാത്ത അവസ്ഥയിലെത്തി ചികിത്സിക്കാനും സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക.